അപ്പോൾ ആ പരിസരത്തോ വീടിനകത്തോ പുറത്തോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. അതാണ് അർത്ഥം. മൈ വൈഫ് ഇസ് അറ്റ് ഹോം. പക്ഷേ മൈ വൈഫ് ഇസ് ഇൻ ഹർ റൂം എന്ന് പറഞ്ഞാൽ ആ റൂമിനകത്തുണ്ടെന്നാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു റൂമിനകത്ത് ഉണ്ട് എന്ന് പറയാനാണെങ്കിൽ മൈ വൈഫ് ഇസ് ഇൻ ഹർ റൂം എന്ന് പറയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ വീട്ടിലുണ്ടെന്ന് പറയാനല്ലേ. അപ്പോൾ മൈ വൈഫ് ഇസ് അറ്റ് ഹോം. അപ്പോൾ അതേപോലെ പറയാം, ഹലോ, മൈ നെയിം ഇസ് അനിൽ. ഐ ആം എ ഷോപ്പ് കീപ്പർ. മൈ ഷോപ്പ് ഇസ് നിയർ മൈ ഹോം. എവറി മോർണിംഗ് ഐ എം ബിസി ഫ്രം 9 AM. മൈ വൈഫ് ഇസ് അറ്റ് ഹോം. ഇനി വൈഫിനെ കുറിച്ച് പറയുകയാണെ, ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു അധ്യാപികയാണ്. ഷീ ഈസ് എ ടീച്ചർ. കേട്ടോ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. ഇതുപോലെ കാണാതെ പഠിച്ചു ഒരു വലിയ പാരഗ്രാഫാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. ഇനി രണ്ടാമത്തതിൽ ഷീ ഈസ് ടീച്ചിങ് ഇൻ BVM ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ, കുറേ നാൾ കൊണ്ട് അവിടെ ഇങ്ങനെ ജോലി ചെയ്യല്ലേ. അപ്പം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്യുകയാണ് എന്നുള്ളൊരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ആ ജോലിയിലുള്ളത് കൊണ്ട് ഷീ ഈസ് ടീച്ചിങ് ഇൻ BVM ഹൈസ്കൂൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. അപ്പോൾ ഈസ്, ആം, ആർ ഈ 3 വാക്കുകളുടെയും അപ്പുറത്ത് ഇതുപോലെ ടീച്ചിങ് എന്നോ റണ്ണിങ് എന്നോ ഡാൻസിങ് എന്നോ ഒക്കെ വന്നാൽ അവർ ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഈസ്, ആം, ആർ ഇതിൻ്റെ കൂടെ ING ഫോമിലെ വേർബ് വന്നാൽ അർത്ഥം ഇപ്പോൾ ആ ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യു ആർ വാച്ചിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ഈസ്, ആം, ആറിൻ്റെ കൂടെ 2 രീതിയിൽ വരും. ഒന്ന് നമ്മൾ എന്തെങ്കിലും ആണെന്ന് പറയാനും, ഒന്ന് എന്ത് പ്രവൃത്തി ചെയ്യുകയാണ് എന്ന് പറയാം. ബട്ട് ടുഡേ ഷീ ഈസ് ഓൺ ലീവ്. പക്ഷേ, ബട്ട് ഇന്ന് ഷീ ഈസ് ഓൺ ലീവ്. ഇന്ന് ലീവിലാണ്, ഇന്ന് ലീവാണ്. അപ്പോൾ ലീവാണ് എന്ന് പറയാൻ ഓൺ ലീവ്. ഷീ ഈസ് ഓൺ ലീവ് എന്നാണ് പറയാം. അപ്പോൾ അതൊരു ഫ്രേസാണ്, ഷീ ഈസ് ഓൺ ലീവ്. അപ്പോൾ ആദ്യം പറയാം, ഹലോ, my name is Anil. I am a shopkeeper. My shop is near my home. Every morning I am busy from 9 AM. My wife is at home.